ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു 2023 മോഡല് ഫോർഡിൻ്റെ എവറസ്റ്റ് ആണ്. ഈ വാഹനം വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്ന സർവീസിനും അതേമാതിരി തന്നെ ടയർ പ്രഷറിൻ്റെ ഒരു വാർണിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ വേണ്ടിയിട്ടാണ് വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ വന്നിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ്. ഈ വാഹനം ഓയിൽ സർവീസ് ചെയ്യുന്നതിൻ്റെ ഓയിൽ ഫിൽറ്ററിൻ്റെ ലൊക്കേഷൻ ഇതിൻ്റെ എഞ്ചിൻ്റെ മുകളിലോ കാര്യങ്ങളിലോ ഒന്നുമല്ല ഇതിൻ്റെ ഓയിൽ ഫിൽറ്ററിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇതിൻ്റെ ഓയിൽ ഫിൽറ്ററിൻ്റെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് അഴിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ടയറിൻ്റെ അടിയിലേക്കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഓയിൽ ഫിൽറ്ററിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് അഴിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ ഓയിൽ ഫിൽറ്റർ നിങ്ങൾ അഴിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നിയേക്കാം, ഇതിൻ്റെ ബോഡിയിലൊക്കെ മൊത്തം ഇതിൻ്റെ ഓയിൽ ആവുമല്ലോ ഇങ്ങനെ സ്ഥലത്ത് കൊണ്ടുവച്ചാൽ. അപ്പോൾ അതിൻ്റെ കാര്യമൊന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇതിൻ്റെ ഫിൽറ്ററിൻ്റെ അടിയിലായിട്ട് തന്നെ ഇതിൻ്റെ ഒരു പാസേജ് ഓയിൽ ഡ്രെയിനായിട്ട് പോകേണ്ട ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ സൈഡ് വഴി നേരെ അങ്ങോട്ട് പോയിട്ട് നമുക്കിതിൻ്റെ അടിയിൽ പ്രോപ്പറായിട്ട് നമുക്കിതിൻ്റെ ഓയിൽ ഡ്രെയിൻ ബാരൽ വെക്കുന്നതിന് പൊസിഷനിൽ തന്നെ ഇത് കൊടുത്തിട്ടുമുണ്ട്. ഇതിൻ്റെ ഫിൽറ്ററിൻ്റെ പാർട്ട് നമ്പറാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ വാഹനത്തിൻ്റെ ഓയിൽ എങ്ങനെ റീസെറ്റ് ചെയ്യും എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. നിങ്ങളിത് മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ്. ഇനി അതേമാതിരി തന്നെ ഈ വാഹനത്തിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഇതിൻ്റെ സർവീസ് റിമൈൻഡർ എപ്പോഴൊക്കെയാണ് വരുന്നത്, അതേമാതിരി തന്നെ എവിടെയാണ് നമുക്കിതിൻ്റെ സർവീസ് റിമൈൻഡർ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇൻറ്റീരിയലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. റിമോട്ടാണെങ്കിലും നല്ലൊരു ലുക്ക് റിമോട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഈ വാഹനത്തിൽ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിങ്ങിലുള്ള ഈ സ്വിച്ച് ഉപയോഗിച്ചിട്ടാണ് നമുക്കിതിൻ്റെ അകത്ത് റീസെറ്റും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ റൈറ്റ് സൈഡിലുള്ള സ്വിച്ച് ഉപയോഗിച്ചാണ് നമുക്കിതിൻ്റെ അകത്ത് റീസെറ്റും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ മുകളിലുള്ള ഈ സ്വിച്ച് താഴോട്ടേക്ക്, ഈ സെൻറ്ററിലുള്ള സ്വിച്ച് താഴോട്ടേക്ക് മുകളിലോട്ടേക്ക് ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറേ ഓപ്ഷനുകൾ നമുക്കത് ചെക്ക് ചെയ്യാൻ സാധിക്കും. ടയർ പ്രഷർ എത്രയുണ്ട്, ഇപ്പം നിലവിൽ എത്ര പ്രഷറുണ്ട് കാര്യങ്ങൾ, അതേമാതിരി തന്നെ ഫ്യൂവലിൻ്റെ എക്കണോമിയും കാര്യങ്ങളെല്ലാം ഇവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് റീസെറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു 3 ആരോ ഉണ്ടല്ലോ, ആ 3 ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് മൈ വെഹിക്കിൾ കാണാം. അവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറേ ഓപ്ഷനുകൾ കാണാം. അവിടെ താഴെയായിട്ടാണ് വെഹിക്കിൾ മെയിൻ്റനൻസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നത്. അവിടെ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഓയിലിൻ്റെ ലൈഫ് കാണാം. ഇതിപ്പം 31% ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ ഈ വാഹനം സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് റീസെറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി ഞാൻ റീസെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ടെക്നീഷ്യൻ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം 100ലാണുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ 100ലാണുള്ളത്. 100 ആയിട്ട് ചേഞ്ച് ചെയ്തിട്ട്. അപ്പോൾ ഇത് റീസെറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ഈ ഒരു ഓപ്ഷനിൽ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതേമാതിരി റീസെറ്റ് ആവുന്നതാണ്. എത്രയാണോ ഉള്ളത്, ഇപ്പം 0% ആണെങ്കിൽ അവിടെ കൊണ്ട് നിർത്തുക, അതിനുശേഷം പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളിതിൻ്റെ സർവീസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതേമാതിരി തന്നെ എഞ്ചിൻ റൂമൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീനിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നെക്സ്റ്റ് വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ താഴെ കമൻറ്റ് പ്രതീക്ഷിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.